ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ എസ്റ്റിമേറ്റിംഗ് അല്ലെങ്കിൽ ഡിറ്റർമൈനിങ് ദ ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 പഠിച്ചത് എന്താണ്, വാട്ട് ആർ ദ ഡെഫിനിഷൻ ഓഫ് ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്, പിന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മളത് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് പല മെത്തേഡിൽ ഈ ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് ട്രാൻസ്പിറേഷൻ റേഷ്യോ മെത്തേഡ്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് വാട്ടർ ട്രാൻസ്ഫേർഡ് ബൈ എ ക്രോപ്പ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മാറ്റർ, അതാണ് നമ്മൾ അസസ് ചെയ്തെടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഒരു ക്രോപ്പ് എത്ര ക്വാണ്ടിറ്റി വെള്ളം ഉപയോഗിച്ചിട്ടാണ് അതിന് ഒരു യൂണിറ്റ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു യൂണിറ്റ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ക്രോപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് എത്രത്തോളം വാട്ടർ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ റേഷ്യോ മെത്തേഡിൽ അനലൈസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരുപാട് ഡ്രോബാക്സ് ഉള്ള ഒരു മെത്തേഡാണ്. കാരണം നമുക്ക് ഒരിക്കലും ഒരു ആപ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഒരു ഇത് നമ്മൾ മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗ്രീൻ ഹൗസിലുള്ള പോട്ട് കൾച്ചർ സ്റ്റഡീസ് വഴിയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ പോട്ടിനുള്ളിൽ വളർത്തുന്ന ഒരു ക്രോപ്പ് എന്ന് പറയുമ്പം അതിൻ്റെ അത് ആ കണ്ടീഷൻ ആയിരിക്കില്ല ഫീൽഡ് കണ്ടീഷനിലുള്ളത്. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഈ ഒരു മെത്തേഡ് ചില കണ്ടീഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഗ്രീൻ ഹൗസിലുള്ള പോട്ട് കൾച്ചർ സ്റ്റഡീസ് വഴിയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ റേഷ്യോ മെത്തേഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദി ഡെപ്ത് ഇൻ്റർവൽ ഈൽഡ് അപ്രോച്ച്. ഡെപ്ത് ഇൻ്റർവൽ ഈൽഡ് അപ്രോച്ച്. അപ്പോൾ നമുക്ക് ഒരു ക്രോപ്പ് എടുത്താൽ അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിൻ്റെ ഡെപ്ത് വെച്ചിട്ട് എത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണോ അതോ ഷാലോ റൂട്ടഡ് പ്ലാന്റ് ആണോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇറിഗേഷൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഡെപ്ത് ഇൻ്റർവൽ ഈൽഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ഫോർ ദി ഹയസ്റ്റ് ഈൽഡ് ഈസ് ടേക്കൺ ആസ് ദി ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്. അതായത് ഒരു ചെടി എടുത്താൽ അതിൻ്റെ ഹയസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രോപ്പിൻ്റെ ഹയസ്റ്റ് ഈൽഡ് കിട്ടാൻ വേണ്ടി, ഹാർവസ്റ്റ് ടൈമിൽ ഹയസ്റ്റ് ഈൽഡ് കിട്ടാൻ വേണ്ടി ആ പർട്ടിക്കുലർ ക്രോപ്പ് എത്രത്തോളം വെള്ളം യൂട്ടിലൈസ് ചെയ്തുവോ ആ വെള്ളത്തിന്, ആ എമൗണ്ടിനെയാണ് നമ്മളിവിടെ ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് അത്ര റിലയബിൾ അല്ലെങ്കിൽ പോലും, ഒരു റിലയബിൾ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു ഐഡിയ കിട്ടും. ആ ക്രോപ്പിന് അല്ലെങ്കിൽ നമ്മൾ നെല്ലിന് ഇത്ര വെള്ളം വേണം, അല്ലെങ്കിൽ ഇന്ന സ്റ്റേജുകളിൽ ഇത്രയും വെള്ളം വേണം എന്നൊരു ഐഡിയ നമുക്ക് ഈ മെത്തേഡ് വഴി കിട്ടും. അതാണ് ഡെപ്ത് ഇൻ്റർവൽ ഈൽഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ആദ്യത്തേത് ട്രാൻസ്പിറേഷൻ റേഷ്യോ മെത്തേഡ് ആയിരുന്നു. സെക്കൻഡ് പോയിന്റ് ഇസ് ദി ഡെപ്ത് ഇൻ്റർവൽ ഈൽഡ് അപ്രോച്ച്. നെക്സ്റ്റ് ഈസ് ദി സോയിൽ മോയ്സ്ചർ ഡിപ്ലീഷൻ സ്റ്റഡീസ്. അപ്പോൾ ആ പേരിൽ നമുക്ക് മനസ്സിലാവും, സോയിൽ മോയ്സ്ചർ, മണ്ണിലുള്ള വെള്ളത്തിൻ്റെ അംശം എത്രത്തോളം നഷ്ടപ്പെടുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ് മെഷർ ചെയ്യാനായിട്ട് പോകുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് യൂസ് ഓഫ് വാട്ടർ can be determined by estimating the changes in the soil moisture from the root zone depth at periodic intervals. അതായത് ഒരു പീരിയോഡിക് ഇൻ്റർവെല്ലിൽ നമ്മൾ സാമ്പിൾ ചെയ്യുമ്പം റൂട്ട് സോണിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ സോയിൽ സാമ്പിളിലെ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ വ്യത്യാസം വെച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടും എത്രത്തോളം വാട്ടർ ആ പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ചിലപ്പോൾ 1 വീക്ക് ഡിഫറൻസിലായിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ 5 ഡേ ഡിഫറൻസിലായിരിക്കും എടുക്കുന്നത്. ആ ഒരു പീരിയോഡിക് ഇൻ്റർവെൽ ടൈമിൽ നമ്മളെടുക്കുന്ന സാമ്പിൾസിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ വ്യത്യാസം വെച്ചിട്ട് ഈ കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ ഡിറ്റർമൈൻ ചെയ്യും അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യും. അതിനുള്ള ഫോർമുലയാണ് CU, ദാറ്റ് ഈസ് കൺസംപ്റ്റീവ് യൂസ് ഇസ് ഈക്വൽ ടു സിഗ്മ M1I minus M2I into BDI
ഇൻറ്റു DI ഡിവൈഡഡ് ബൈ 100, ദ ഹോൾ ഡിവൈഡഡ് ബൈ 100. ഇതിൽ എന്താണ് ഓരോന്ന് നോക്കാം. സിഗ്മ എന്ന് പറഞ്ഞാൽ ഹോൾ ടോട്ടൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം സിഗ്മ ഓഫ് എന്നുള്ളതായിരിക്കും വരുന്നത്. സിഗ്മ എന്ന് പറഞ്ഞാൽ MI എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ N1 + M2 + M3 + M4 + MI എക്സെട്ര പ്ലസ് MI എന്ന് പറയുന്നതാണ് സിഗ്മ കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം സിഗ്മ ഓഫ് MI എന്ന് പറഞ്ഞാൽ സിഗ്മ ഓഫ് MI എന്ന് മീൻ ചെയ്യുന്നത് M1 + M2 + M3 + എക്സെട്ര അപ് ടു MI. ഇപ്പോൾ M10 വരെയുള്ള വാല്യൂസാണ് നമുക്ക് 10 സാമ്പിളിൻ്റെ വാല്യൂസാണ് ഉള്ളതെങ്കിൽ ആ 10 സാമ്പിളിൻ്റെയും വാല്യൂസ് ആഡ് ചെയ്യുന്നതിനെയാണ് സിഗ്മ M10 എന്ന് പറയും. ഓക്കെ, അതാണ് ഇവിടെ സിഗ്മ M1I എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി M1 എന്ന് വെച്ചാൽ എന്താണ്? ദ സോയിൽ മോയ്സ്ചർ പെർസെൻറ്റേജ് അറ്റ് ദ ഫസ്റ്റ് സാമ്പിളിംഗ് ഇൻ ദി ith ലെയർ ഓഫ് സോയിൽ. നമ്മൾ ith ലെയർ ഓഫ് സോയിൽ, അതായത് ഇപ്പം സോയിലിന് പല ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റൂട്ട് സോണിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏത് ലെയർ ആണെന്ന് നോക്കുക. അപ്പോൾ ആ ലെയറിൽ നിന്നും ആദ്യം എടുത്ത സോയിൽ സാമ്പിളിൻ്റെ മോയ്സ്ചർ പെർസെൻറ്റേജ്, അതാണ് M1I എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദി M2I. M2I എന്ന് പറഞ്ഞാൽ ദി സോയിൽ മോയ്സ്ചർ പെർസെൻറ്റേജ് അറ്റ് ദി സെക്കൻഡ് സാമ്പിളിംഗ് ഇൻ ദി ith ലെയർ. ith ലെയറിലുള്ള സെക്കൻഡ് സാമ്പിൾ നമ്മൾ എടുത്തതിൻ്റെ മോയ്സ്ചർ പെർസെൻറ്റേജ് ആണ് M2I. ആൻഡ് BD is the bulk density of the ith ലെയർ. ഓരോ ലെയറിലെയും സോയിലിൻ്റെ കോമ്പോസിഷൻ മാറുന്നതനുസരിച്ച് അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ith ലെയറിൻ്റെയാണ്, അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെയാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ലെയറിൻ്റെ ബൾക്ക് ഡെൻസിറ്റി ഡിറ്റർമൈൻ ചെയ്യണം. അപ്പം സോയിലിൻ്റെ ഒരു മൂന്നാമത്തെ ലെയറിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ആ തേർഡ് ലെയറിൻ്റെ എന്തെടുക്കണം? ബൾക്ക് ഡെൻസിറ്റി ഡിറ്റർമൈൻ ചെയ്യണം. ആൻഡ് DI ഇസ് ദ ഡെപ്ത് ഓഫ് ദി ith സോയിൽ. എത്ര സെൻറ്റിമീറ്റർ ഡെപ്തിൽ നിന്നാണ് നമ്മൾ ഈ സോയിൽ എടുത്തത്. ഇത്രയുമാണ് ഈ ഇക്വേഷനിൽ വരുന്നത്. അപ്പം എന്നിട്ട് ഈ ഇക്വേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ ക്രോപ്പിൻ്റെ കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ കിട്ടും. ഓക്കെ, ഇതാണ് തേർഡ് മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് ദി ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്സ്. നെക്സ്റ്റ് കമ്മിങ് ടു ദി ക്ലൈമറ്റോളജിക്കൽ അപ്രോച്ച്. ഈ ക്ലൈമറ്റോളജിക്കൽ അപ്രോച്ച് വഴി നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ദ വാട്ടർ റിക്വയർമെൻറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ആപ്ലിക്കേഷൻ ലോസസ് ആൻഡ് വാട്ടർ നീഡഡ് ഫോർ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടു ദി എസ്റ്റിമേറ്റഡ് ഈറ്റിംഗ് ക്രോപ്പ്, ഇവാപോട്രാൻസ്പിറേഷൻ ക്രോപ്പ്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ലോ ലാൻഡ് റൈസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡ്രം കൾച്ചർ ടെക്നിക്ക്. ഓക്കെ, ഡ്രം കൾച്ചർ ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിക്കണം, നന്നായി പഠിക്കണം. നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഡ്രം കൾച്ചർ ടെക്നിക്ക് ഫോർ ലോ ലാൻഡ് റൈസ്. ഇനി ഇതെന്താണ് ഈ ടെക്നിക്കിനകത്ത് നമ്മൾ ചെയ്യുന്നത്? ഇതിനായിട്ട് നമ്മളൊരു ലോ ലാൻഡ് റൈസ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്തതാണല്ലോ, നിങ്ങളുടെ പാഡി നിങ്ങൾ ചെയ്തതാണ്. എങ്ങനെയൊക്കെയാണ് ആ പാടത്തു നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നത്? ഒന്ന് പെർക്കുലേഷൻ വഴി നഷ്ടപ്പെടാം. അതായത് റൂട്ട് സോണിൽ നിന്നും വാട്ടർ പിന്നെയും താഴേക്ക് പോയി കഴിഞ്ഞാൽ, മണ്ണിൽ വീണ്ടും ആഴത്തിൽ പോയി കഴിഞ്ഞാൽ ആ റൂട്ട്സിന് ഈ വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് പെർക്കുലേഷൻ ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെർക്കുലേഷൻ വഴി നഷ്ടപ്പെടാം. പിന്നെ ഇവാപ്പറേഷൻ വഴി നഷ്ടപ്പെടാം. കാരണം പാടത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയല്ലേ, അപ്പം നല്ലൊരു ഇവാപ്പറേറ്റീവ് സർഫസ് ആണത്, അവിടുന്ന് ഇവാപ്പറേഷൻ വഴി നഷ്ടപ്പെടും. ദെൻ പ്ലാന്റിൽ നിന്നും ട്രാൻസ്പിറേഷൻ വഴി നഷ്ടപ്പെടും. ആകെ വെള്ളം കിട്ടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഇറിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മഴ പെയ്യണം. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രം കൾച്ചർ ടെക്നിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് 4 മെറ്റാലിക് ഡ്രംസ് ആണ്. We need 4 metallic drums of 50 by 50 centimeter. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. അപ്പം 50 സെൻറ്റിമീറ്റർ ലെങ്ത്തും 50 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള മെറ്റാലിക് ഡ്രം വേണം. ദെൻ 120 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം. ഓക്കെ, 4 മെറ്റാലിക് ഡ്രംസ് ഓഫ് 50 by 50 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് 120 സെൻറ്റിമീറ്റർ ഹൈറ്റ്. 2 വിത്ത് ബോട്ടം ആൻഡ് 2 വിത്തൗട്ട് ബോട്ടം. 2 എണ്ണത്തിന് ബോട്ടം ഉണ്ടാവണം, 2 എണ്ണത്തിന് ബോട്ടം ഉണ്ടാവാൻ പാടില്ല, തുറന്നതായിരിക്കണം, കുഴൽ പോലെ. ആൻഡ് ആർ എംബഡഡ് ഇൻ ദ റൈസ് ഫീൽഡ് ലീവിങ് 20 സെൻറ്റിമീറ്റർ എബവ് ദ സോയിൽ സർഫസ്. അപ്പം നമുക്ക് 4 മെറ്റാലിക് ഡ്രം എടുത്തു. ആ ഡ്രമ്മിൽ 2 എണ്ണം ബോട്ടം ഉള്ളതായിരിക്കണം.
അടിഭാഗം കവേർഡ് ആയിരിക്കണം, 2 തുറന്നതായിരിക്കണം. ഇനി അതിനെ നമ്മൾ റൈസ് ഫീൽഡിൽ എന്ത് ചെയ്യും, എംബഡ് ചെയ്ത്, അതായത് ബറി ചെയ്ത് കുഴിച്ചിടും വിത്ത് 20 സെൻറ്റിമീറ്റർ. അതിൻ്റെ 20 സെൻറ്റിമീറ്റർ മണ്ണിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കുഴിച്ചിടാനായിട്ട്. The drums with bottom can be placed by excavating soil layer wise and fill with the excavated soil A and soil B. അതായത് ആദ്യത്തെ 2 ഡ്രം, അതായത് ബോട്ടം ഉള്ള 2 ഡ്രംസ് നമ്മളെടുത്തു, അതിനെ നമ്മൾ A എന്നും B എന്നും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അതിനെ നമുക്ക് മണ്ണ് ലെയറായിട്ട് കുഴിച്ചെടുത്തിട്ട് ആ കുഴിച്ചെടുത്ത മണ്ണ് തിരിച്ച് നമ്മൾ ഈ ഡ്രം വെച്ച് കഴിഞ്ഞ് അതിനുള്ളിലേക്ക് ഇടും. അതാണ് ചെയ്യുന്നത്. ഇനി വിത്തൗട്ട് ബോട്ടംസ് ആണെന്നുണ്ടെങ്കിൽ ആ ഡ്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക, സൈഡിലുള്ള മണ്ണ് മാറ്റി മാറ്റി നമ്മൾ ഇതിനെ ഇറക്കി വെച്ചാൽ മതി. കാരണം ബോട്ടം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തള്ളി ഇറക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അതിനെ നമ്മൾ C എന്നും D എന്നും മാർക്ക് ചെയ്തു. അപ്പോൾ ബോട്ടം ഉള്ള 2 ഡ്രംസിനെ A എന്നും B എന്നും മാർക്ക് ചെയ്തു, ബോട്ടം ഇല്ലാത്ത 2 ഡ്രംസിനെ C എന്നും D എന്നും മാർക്ക് ചെയ്തു. Next, the rice seedlings are transplanted in the drums C and D along with the field surrounding the drum. അതായത് നമ്മൾ പാടത്ത് നെല്ല് ഞാറ് നടുകയാണ്. ഞാറ് നടുമ്പം സിക്കകത്തും ഡിക്കകത്തും എയിലും സിയിലും ഡിയിലും നമ്മൾ ഒരുപോലെ നടും. അതായത് ബാക്കി നമ്മുടെ ഫീൽഡിൽ നടുന്ന പോലെ തന്നെ ഈ ഡ്രംസിൻ്റെ ഉള്ളിലും നമ്മൾ ആ സ്പേസിംഗ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മുടെ സീഡ്ലിങ്സ് നടും. The rice seedlings are also planted in B along with the other 3 drums but without the root system. ഓക്കെ, അപ്പോൾ എയിലും സിയിലും ഡിയിലും നമ്മൾ പ്ലാന്റ് ചെയ്തു. അത് നമ്മൾ ബാക്കിയുള്ള സീഡ്ലിങ്സ് എങ്ങനെ പ്ലാന്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് എയിലും സിയിലും ഡിയിലും പ്ലാന്റ് ചെയ്യുന്നത്. പക്ഷേ B ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്യുമ്പം അതിൻ്റെ റൂട്ട് സിസ്റ്റം മാറ്റണം. അതായത് നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട് സിസ്റ്റം കളഞ്ഞിട്ട് വേണം ഇവിടെ പ്ലാന്റ് ചെയ്യാനായിട്ട്, B ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്യാനായിട്ട്. The rootless plants are replaced every week. കാരണം റൂട്ട് ഇല്ലാത്തതുകൊണ്ട് ആ പ്ലാന്റ്സിന് അവിടെ അധികകാലം സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ റൂട്ട് ഇല്ലാത്ത പ്ലാന്റ്സിനെ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് വിത്ത് സെയിം ഏജ് ആൻഡ് സൈസ്, ഒരേ സൈസിലുള്ളതും ഏജിലുമായത്. കാരണം ഇത് ചെറുതായിട്ടും ബിയിലുള്ള പ്ലാന്റ്സ് ചെറുതായിട്ടും ചുറ്റുമുള്ള പ്ലാന്റ്സ് വലുതായിട്ടും എന്നിട്ട് കാര്യമില്ല. അപ്പം ഒരേ ഏജിലുള്ള പ്ലാന്റ്സ് വേണം റീപ്ലേസ് ചെയ്യാനായിട്ട്. അത് നമുക്ക് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഫീൽഡിൽ നിൽക്കുന്ന നമ്മൾ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി എടുക്കുന്ന സീഡ്ലിങ്സോ അല്ലെങ്കിൽ ആ ഫീൽഡിൽ എക്സ്ട്രാ നിൽക്കുന്ന സീഡ്ലിങ്സ് എടുത്ത് നമുക്കിവിടെ റൂട്ട് സിസ്റ്റം കളഞ്ഞിട്ട് കുഴിച്ച് വെക്കാനായിട്ട് പറ്റും. സോ ദീസ് റൂട്ട്ലെസ് പ്ലാന്റ്സ് ഇൻ ദ ബി ഷെയ്ഡ് ദ സോയിൽ ആസ് പ്ലാന്റ്സ് ഇൻ ദി അതർ 3 ഡ്രംസ്. അപ്പം ഈ പ്ലാന്റ് നമ്മൾ ബിയിൽ വെക്കുന്നതിൻ്റെ ഏക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ സോയിലിന്, അതായത് ആ ബി ഡ്രം ഇരിക്കുന്ന സോയിലിന് ഒരു തണൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദ വാട്ടർ ലെവൽ ഇൻ ദ ഫീൽഡ് ആൻഡ് ദ ഡ്രം ഷുഡ് ബി 5 സെൻറ്റിമീറ്റർ. നമ്മൾ നെൽപ്പാടത്തെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വാട്ടർ ലെവൽ നമ്മൾ 5 സെൻറ്റിമീറ്റർ ഫീൽഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഡ്രമ്മിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിൽ വ്യത്യാസമൊന്നും വരുത്താൻ പാടില്ല. The water level in drums should be measured every day and losses due to the percolation and ET are replaced. അപ്പോൾ നമ്മൾ ഡ്രമ്മിനുള്ളിലെ വെള്ളം എന്നും മെഷർ ചെയ്യണം. കാരണം 20 സെൻറ്റിമീറ്റർ പൊങ്ങിയല്ലേ നിൽക്കുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്ററിലെ നമ്മൾ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡ്രമ്മിനുള്ളിലെ വെള്ളം കുറയുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ പെർക്കുലേഷൻ ലോസ് ആയിരിക്കും. കാരണം റൂട്ട് സിസ്റ്റത്തിൽ നിന്നും പിന്നെയും താഴ്ന്ന് മണ്ണിലേക്ക് വെള്ളം, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്ക് വെള്ളം പോകും. അതാണ് പെർക്കുലേഷൻ. പിന്നെയുള്ളത് പ്ലാന്റ്സിൻ്റെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ വഴി നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുന്ന വെള്ളത്തിനെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. എല്ലാ ദിവസവും റീപ്ലേസ് ചെയ്യണം. ദെൻ എക്സസ് റെയിൻഫോൾ. ഇൻ കേസ് നമ്മൾ 5 സെൻറ്റിമീറ്റർ കൂടുതലിൽ വെള്ളം, അത് എക്സസ് റെയിൻഫോൾ കാരണം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. It can be controlled in a jar with the mouth closed and buried in the field and connected to drum D. ഡ്രം ഡിയോട് നമ്മളൊരു മൗത്ത് കവർ ചെയ്ത ഒരു ജാറും ഫീൽഡിൽ ബറി ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ നമ്മൾ ഡ്രം ഡിയോട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എക്സസ് വാട്ടർ എന്ത് ചെയ്യും? ആ ഡ്രം ഡിയിലേക്ക് പോയിക്കോളും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഡ്രംസിലുള്ള വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോന്നും നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? പെർക്കുലേഷൻ റോസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഈസ് ഡിഫറൻസ് ഇൻ ദ വാട്ടർ ഡെപ്ത് ബിറ്റ്വീൻ ഡ്രം സി ആൻഡ് എ. കാരണം ഡ്രം എക്ക് അടിഭാഗം അടഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡ്രം എയിലെയും സിയിലെയും വാട്ടറിൻ്റെ ഡെപ്ത്ത്,
തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം പെർക്കുലേഷൻ വഴി ലോസ് ആയിപ്പോയി എന്നുള്ളത്. ദെൻ ഇവാപ്പറേഷൻ ലോസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡെയിലി ലോസ് ഇൻ ഡ്രം ബി. ഡ്രം ബിയിലുള്ള വാട്ടർ ലെവൽ കുറയുന്നതനുസരിച്ച് നമുക്ക് ഇവാപ്പറേഷൻ ലോസ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ലോസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡെയിലി ലോസ് ഇൻ ഡ്രം എ. ഡ്രം എയിൽ നിന്നും എത്രത്തോളം വെള്ളം നഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ള എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ട്രാൻസ്പിറേഷൻ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ വാട്ടർ ഡെപ്ത്സ് ബിറ്റ്വീൻ ഡ്രം എ ആൻഡ് ബി. ഓക്കെ, ഡ്രം എയുടെയും ബിയുടെയും വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് ട്രാൻസ്പിറേഷൻ ലോസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ഇഫക്റ്റീവ് റെയിൻഫോൾ, ഒരു ഫീൽഡിൽ കിട്ടിയ ഇഫക്റ്റീവ് റെയിൻഫോൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ റെയിൻഫോൾ റിസീവ്ഡ്. അത് നമുക്ക് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയാൻ പറ്റും. ടോട്ടൽ ഒരു ഏരിയയിൽ എത്രത്തോളം റെയിൻഫോൾ കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. മൈനസ് ദ ഇൻഇഫക്റ്റീവ് റെയിൻഫോൾ കളക്റ്റഡ് ഇൻ ദി ജാർ ഫ്രം ഡ്രം ഡി. ഡ്രം ഡിയോട് നമ്മളൊരു ഡ്രമ്മ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കിട്ടിയ വെള്ളത്തിൽ നിന്നും ടോട്ടൽ റെയിൻഫോളിൽ നിന്നും ഈ വെള്ളം മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെയിൻഫോൾ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇതാണ് ഡ്രം കൾച്ചർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിൽ 4 ഡ്രംസ് ഉണ്ട്, എ, ബി, സി ആൻഡ് ഡി. അതിൽ ആദ്യത്തെ 2 എണ്ണം എയും ബിയും എന്തായിരിക്കും, മൗത്ത് ഉള്ളതായിരിക്കും, അതായത് ബോട്ടം ഉള്ളതായിരിക്കും. സി ആൻഡ് ഡിക്ക് ബോട്ടം ലെസ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്ലാന്റ്സിൽ നടുമ്പം ഒരേപോലെ നടും ആൻഡ് 5 സെൻറ്റിമീറ്റർ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് ഈ ഒരു ഡ്രംസിലുള്ള വാട്ടർ ലെവലിൻ്റെ ലോസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ വ്യത്യാസം ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ, ഇവാപ്പറേഷൻ, പെർക്കുലേഷൻ, ഇഫക്റ്റീവ് റെയിൻഫോൾ ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഡ്രം കൾച്ചർ ടെക്നിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ, താങ്ക് യു.